Good morning. നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഫോർമേഷൻ ഓഫ് എ കമ്പനി ആണ്. ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് 3 stages. First one is promotion, second one is registration or incorporation, third one is the commencement of ബിസിനസ്. 3 കാര്യങ്ങളാണ് വരിക നമ്മൾ ഫോർമേഷൻ വരിക നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ഇതാണ് പ്രൊമോഷൻ. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേജസ് ഓഫ് പ്രൊമോഷൻ അല്ലെ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് രണ്ടാമത്തെ സ്റ്റേജാണ് ഫോർമേഷൻ ഓഫ് കമ്പനിയിലെ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ. ഓക്കെ. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്കറിയാം. ഇൻ ഓർഡർ ടു രജിസ്റ്റർ എ കമ്പനി ദ ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഓക്കെ. Application should be submitted to the registrar of companies, where the registered office of the company is situated. And in order to submit this application, along with the application, the company should file some documents. We know that the important documents are memorandum of association, articles of association, and prospectus of the company. This document should be prepared before registering a company. Okay, before submitting the application for the registration. And then it should also be decided the name of the company. Companyയുടെ നെയിമും ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. Then these preliminary work should be done before starting or before filing the application for the registration of a company before the registrar. Okay. അപ്പോൾ അതിൻ്റെ അത്തരം കാര്യങ്ങൾ കോമൺ ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. ദെൻ ആഫ്റ്റർ വെരിഫൈ ദിസ് ആഫ്റ്റർ സബ്മിറ്റിംഗ് ദിസ് ആപ്ലിക്കേഷൻ ദ രജിസ്ട്രാർ വിൽ വെരിഫൈ ദ ആപ്ലിക്കേഷൻസ് ആൻഡ് ഓൾ ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ സബ്മിറ്റഡ്. ദെൻ ദെയർ ദി രജിസ്ട്രാർ വിൽ ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഓക്കെ. ആൻഡ് these are the some procedures or the usual formality for the registration of a company. Then നമുക്കതിൻ്റെ ആക്ട് പ്രകാരം നമുക്കതിൽ നോക്കാം. എന്താ പറയുന്നതെന്ന്, എ കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി ലോഫുൾ പർപ്പസ് ബൈ 7 or more person in case of a public company, 2 or more person, maximum 200 in case of a private company, 1 person in case of a 1 person company. ഓക്കെ. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യാം, കമ്പനി ഫോം ചെയ്യുക. നമ്മൾ സാധാരണ പറഞ്ഞത് പബ്ലിക് കമ്പനി 7 person ഉണ്ടെങ്കിൽ ചെയ്യാം, പ്രൈവറ്റ് കമ്പനി 2 persons, 1 person കമ്പനി 1 person ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാം. Then a company so formed may be company limited by share, company limited by guarantee or unlimited company. ലാബിലിറ്റി ആണ് പറയുന്നത്. ഇതാണ് ഒന്ന്, ലിമിറ്റഡ് ബൈ ഷെയർ ആവാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം, അല്ല അൺലിമിറ്റഡ് ലാബിലിറ്റി കമ്പനി ആവാം. The promoters will have to get together at least 7 persons in case of a public company, or 2 persons in case of a private company, and 1 person in case of a 1 person company to subscribe to the memorandum of അസോസിയേഷൻ. അല്ലെ, മെമ്മോറാണ്ടം അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യണം, അവർ സൈൻ ചെയ്യണം. ഡീറ്റെയിൽസ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, മിനിമം 7 person പബ്ലിക് കമ്പനിയിലും 2 person പ്രൈവറ്റ് കമ്പനിയിലും 1 person കമ്പനിയുടെയും മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. Then the promoters have to decide the name of the company. എന്ത് ചെയ്യണം, ദ പ്രൊമോട്ടേഴ്സ് വിൽ ഹാവ് ടു ഡിസൈഡ് ദി നെയിം ഓഫ് ദി കമ്പനി നമ്മൾ പറഞ്ഞു. ദെൻ ആൻഡ് ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ദ നെയിം മസ്റ്റ് എൻഡ്സ് വിത്ത് ദ വേർഡ് ലിമിറ്റഡ്. പബ്ലിക് കമ്പനി ആകുമ്പോൾ കമ്പനി ലാസ്റ്റ് വേർഡ് ലിമിറ്റഡ് ആയിരിക്കണം. ആൻഡ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി വിത്ത് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ വേർഡ് എന്ത് ചെയ്യണം, പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ലാസ്റ്റ് വേർഡ് എന്തായിരിക്കണം, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കണം. ഓക്കെ. പബ്ലിക് കമ്പനി ആകുമ്പം ലിമിറ്റഡ് എന്നുള്ളതായിരിക്കണം, പ്രൈവറ്റ് കമ്പനി ആകുമ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതായിരിക്കണം പേരിൻ്റെ ലാസ്റ്റ് വേർഡ്. ഓക്കെ. ആൻഡ് ഫയലിംഗ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. എല്ലാം വിത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. ദെൻ ദ കമ്പനി ഷുഡ് ഫയൽ സെർട്ടൻ ഡോക്യുമെൻറ്റ് ഓൾസോ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് നോക്കാം. ആഫ്റ്റർ ഗെറ്റിംഗ് ദ നെയിം അപ്രൂവ്ഡ്, ആൻ ആപ്ലിക്കേഷൻ വിത്ത് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ് ഷാൽ ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ within whose jurisdiction the registered office of the company is proposed to be situated. അല്ലേ, നെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എവിടെയാണോ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാകുന്ന ആ രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ള സ്ഥലത്ത് വേണം എന്ത് ചെയ്യുക, അവിടുത്തെ രജിസ്ട്രാർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം. ഒന്ന്,
memorandum and articles of the company duly signed by all the subscribers to the memorandum in such a manner as may be prescribed. കമ്പനിയുടെ മെമ്മറാണ്ടവും ആർട്ടിക്കിൾസും മെമ്മറാണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾസ് അസോസിയേഷനും ഉണ്ടാവണം. ഡ്യൂലി സൈൻഡ് ബൈ ഓൾ സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മറാണ്ടം. 2. A declaration in the prescribed form by an advocate or chartered accountant or cost accountant or a company secretary in practice and by a director, manager or secretary of the company that all the requirements of the act and rules made thereunder in respect of the registration and matters related to have been complied with. അതായത് എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം. അതാണ് declaration in the prescribed format stating that the company followed all the rules and regulations and other matters relating to the registration are complied with. അതായത് കമ്പനിയുടെ ഫോർമേഷൻ രജിസ്ട്രേഷൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്റ്റിപ്പുലേറ്റഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഡിക്ലറേഷൻ. ആരാണ് ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്? ഒന്ന് അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ്, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരും മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ ഓർ സെക്രട്ടറി ഓഫ് ദി കമ്പനി. ഒരു ഡിക്ലറേഷൻ ഉണ്ടാവണം. ഏതാണ് ഡിക്ലറേഷൻ? എന്താ പറയേണ്ടത്? ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി ആർ കംപ്ലൈഡ് വിത്ത് ഫോളോഡ്, അല്ലേ? കമ്പനിയുടെ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഡിക്ലറേഷൻ. 3. An affidavit from each of the subscribers to the memorandum and from first directors, if any, in the articles that he is not convicted any offence in connection with the promotion, formation or management of any company. അതിന് നെക്സ്റ്റ് അഫിഡവിറ്റ് ആണ്, അല്ലേ? സത്യപ്രസ്താവന. എന്താണ് അഫിഡവിറ്റ്? സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടം, അല്ലേ? എന്താണ് സത്യപ്രസ്താവനയിൽ പറയേണ്ടത്? അഫിഡവിറ്റിൽ എന്താണ് പറയേണ്ടത്? ഹീ ഈസ് നോട്ട് കൺവിക്റ്റഡ് എനി ഒഫൻസ് വിത്ത് റിഗാർഡ് ടു ദി പ്രൊമോഷൻ, ഫോർമേഷൻ ഓർ ദി രജിസ്ട്രേഷൻ ഓഫ് എ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി, അല്ലേ? വിത്തിൻ പ്രീസീഡിങ് 5 ഇയേഴ്സിൽ എന്ത് ചെയ്യുക? അവസാന കഴിഞ്ഞ 5 വർഷങ്ങൾ, 5 ഇയേഴ്സ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 5 ഇയേഴ്സാണ് പറഞ്ഞതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസും നടത്തിയിട്ടില്ല എന്നുള്ളൊരു സത്യപ്രസ്താവനയും അഫിഡവിറ്റും സബ്മിറ്റ് ചെയ്യണം. 4. ദി അഡ്രസ് ഫോർ എ കറസ്പോണ്ടൻസ് സ്റ്റിൽ ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, അല്ലേ? കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം, അല്ലേ? കമ്പനി ഇപ്പം രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനി രജിസ്റ്റർ ചെയ്താവുന്നതുവരെ ഉള്ള കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. ദെൻ ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി ആൻഡ് സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ഓഫ് എവരി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം. അതായത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം. മിനിമം 7. പബ്ലിക് കമ്പനിയിൽ 7 മെമ്പേഴ്സ് ഉണ്ടാവണം, പ്രൈവറ്റ് കമ്പനി 2 മെമ്പേഴ്സ് ഉണ്ടാവണം നമ്മൾ പറഞ്ഞല്ലേ? അപ്പോൾ 7-ലധികം ആവാം. അല്ല, പ്രൈവറ്റ് കമ്പനിയിൽ 200 വരെ ആവാം. അപ്പോൾ അതിൽ ആർക്ക് എത്രയാണ് മെമ്പേഴ്സ് അവരുടെ പേരും അഡ്രസ്സും പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ, ദി പർട്ടിക്കുലേഴ്സ് ഓഫ് എ പേഴ്സൺ മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ആസ് ദി ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. ആർട്ടിക്കിൾസ് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഫൈനലി, the particulars of the interest of the persons mentioned in the articles as first directors of the company in other firms or body corporate along with their consent to act as the directors of the company. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഡയറക്ടേഴ്സ് വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഏതൊക്കെ രീതിയിലുള്ള ഇൻട്രസ്റ്റ് അവർക്കുണ്ടെങ്കിൽ അതേതാണോ, മറ്റേതെങ്കിലും കമ്പനിയിൽ ഡയറക്ടറാണോ, അങ്ങനെയുള്ള ഷെയർ ഹോൾഡറാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ കമ്പനിയിൽ അവർ ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യാന്നുള്ള അവരുടെ കൺസെൻറ്റും ഇതോടൊപ്പം സബ്മിറ്റ് ചെയ്യണം. ദീസ് ആർ ദി ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് along with the application for the registration of a company. Then certificate of incorporation. The registrar, on the basis of the documents and informations filed, shall register all the documents and information in the register and issue a certificate of incorporation. From the date of incorporation, the registrar shall allot the company a separate corporate identity number, which shall also be included in the certificate of registration. And the company in separate registration number registrar issue ചെയ്യും. ആ രജിസ്ട്രേഷൻ നമ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും ഇൻകോർപ്പറേഷനും ഉണ്ടാവും. And the company shall maintain and preserve at its registered office copies of all the documents and informations as originally filed till its dissolution under this act. അപ്പോൾ എന്ത് ചെയ്യുക? കമ്പനി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്ത എല്ലാ ഡോക്യുമെൻസിൻ്റെയും
ദെൻ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനി ഡിസൊല്യൂഷൻ ആകുന്നവരെ കമ്പനി ഈ ഡോക്യുമെൻറ്റ്സ് കമ്പനി കീപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടും രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ എന്ന ഹെഡിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ ദി ഇൻകോർപ്പറേഷൻസ് ദ നെക്സ്റ്റ് ഈസ് റേസിംഗ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് നമുക്കറിയാം എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ കമ്പനി മൊബിലൈസ് ചെയ്യണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ തരുന്നതായിരിക്കും.